എം ഡി ശ്രീരാജ് ഇപ്പോൾ പാരിപ്പള്ളിയിലാണ് നിൽക്കുന്നത്. അവിടെയുള്ളൊരു ജനക്കൂട്ടം എത്രത്തോളമാണ് ഇപ്പോഴും ഈ അർദ്ധരാത്രി വൈകിയും ഏറെ വൈകിയും VS അവസാനമായി ഒരു നോക്ക് കാണാൻ, തങ്ങളുടെ പ്രിയപ്പെട്ട സഖാവിനെ ഒരു നോക്കെങ്കിലും കാണാൻ കാത്തു നിൽക്കുകയാണ് ജനസഞ്ചയം. പറയാം ശ്രീരാജ്. അങ്ങനെ തന്നെയാണ്. കേരളത്തിൻ്റെ ചരിത്രത്തോളം പ്രായമുള്ള ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ പ്രായത്തോളം ചരിത്രമുള്ളൊരു നമ്മുടെ നാട്, ആ നാട്ടിലെ സാധാരണക്കാരായ ഏറ്റവും അടിസ്ഥാന വർഗത്തിൽപ്പെട്ട തൊഴിലെടുക്കുന്ന കൂലിപ്പണിക്കാരായ കർഷക തൊഴിലാളികളായ കശുവണ്ടി തൊഴിലാളികളായ മത്സ്യത്തൊഴിലാളികളായ ഏറ്റവും സാധാരണക്കാരായ കൊല്ലത്തെ മനുഷ്യരാണ് സഖാവ് VS അച്യുതാനന്ദനെ ഏറ്റവും അവസാനമായി കാണാനായി, അവരുടെ അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ഈ തെരുവോരങ്ങളിലെല്ലാം ഇങ്ങനെ തടിച്ചുകൂടിയിട്ടുള്ളത്. വൈകിട്ട് 5 മണിയോടുകൂടി തന്നെ കനത്ത ജനത്തിരക്കായിരുന്നു ഈ വഴിയോരങ്ങളിലെല്ലാം, ഈ ദേശീയപാതയുടെ ഓരങ്ങളിലെല്ലാം സഖാവ് VS അച്യുതാനന്ദന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാനായി എത്തിച്ചേർന്നത്. അത്രത്തോളം VSഉം ഈ നാടും ഈ നാട്ടിലെ മനുഷ്യരുമായി ഏറ്റവും അടുത്ത് കിടക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് അതിൽ നിന്നും മനസ്സിലാകുന്നത്. നിരവധി ആളുകൾ, ചെറിയ കുട്ടികൾ, വേറെ പ്രായം ചെന്ന ആളുകൾ, അങ്ങനെ നിരവധി ആളുകൾ VSനെ കാണാനായി ഏറ്റവും ഒടുവിലായി ഇവിടെ വന്നു നിൽക്കുന്നുണ്ട്. ചെറിയ കുട്ടികളെയൊക്കെ കാണുമ്പോൾ ഒരുപക്ഷെ VS സജീവ രാഷ്ട്രീയത്തിൽ നിന്നെല്ലാം ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം പിന്നോക്കം പോയ കാലഘട്ടത്തിൽ ജനിച്ച കുട്ടികൾ പോലും VSനെ അന്ത്യാഭിവാദ്യം അർപ്പിക്കാനായി, VSന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ഇവിടെ എത്തിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ കണ്ണേ കരളെ എന്ന് വിളിക്കുമ്പോൾ അവരും ഏറ്റുവിളിക്കുന്നത് VS എന്നും ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ എന്നും അവരും ഏറ്റുവിളിക്കുന്നു. ഒരുപക്ഷെ അവരൊരിക്കലും VSനെ നേരിട്ട് കണ്ടിട്ട് കൂടി ഉണ്ടാകില്ല. VSന്റെ രാഷ്ട്രീയ കാലഘട്ടത്തിൽ VS നമുക്കിടയിൽ VS ഈ വേദികളിലെല്ലാം പ്രസംഗിക്കുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ സമരത്തിൻ്റെ മുൻനിരയിലുള്ള ഘട്ടത്തിലൊന്നും അവർ ജനിച്ചിട്ട് പോലും ഉണ്ടാകില്ല. അത്രത്തോളം ചെറിയ കുട്ടികൾ പോലും ഇവിടെയുണ്ട്. ചേട്ടാ, ഒരുപാട് നേരമായിട്ട് നിൽക്കുകയല്ലേ VSനെ കാണാൻ? അവസാനമായിട്ട് കാണാൻ വേണ്ടിയിട്ട് വന്നതല്ലേ? VSനെ എങ്ങനെ ഓർക്കുന്നേ? നല്ല വ്യക്തിയാണ്, നല്ലൊരു നേതാവ്. നമ്മുടെ ജില്ല കൊല്ലം ജില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് തൊഴിലാളി സമരങ്ങൾ കണ്ട ജില്ലയാണ്. അപ്പോൾ VSനെ അത്ര അതെ അരുണ്യ, കൊല്ലം ജില്ല എന്ന് പറയുമ്പോൾ ഒരുപാട് തൊഴിലാളി സമരങ്ങൾക്ക് വേദിയായ ജില്ലയാണ്. കശുവണ്ടി തൊഴിലാളി സമരം, കയർ തൊഴിലാളി സമരം, ശൂരനാട് വിപ്ലവം, ആറ്റിങ്ങൽ വിപ്ലവം അടക്കം നിരവധി സമരങ്ങൾ കണ്ട ഒരു ജില്ല. സ്വാഭാവികമായും വലിയ രീതിയിലുള്ള തിരക്ക് VS അച്യുതാനന്ദനെ കാണാൻ ഇവിടെ ഉണ്ടാകും. ചെറിയ കുട്ടികൾ പോലും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ചെറിയ കുട്ടികൾക്ക് VSനെ നേരിട്ട് കാണാനുള്ള ഒരവസരം പോലും ഉണ്ടായിട്ടുണ്ടാകില്ല. പലരും പറഞ്ഞു കേട്ടറിവ് മാത്രമായിരിക്കും VSനെ പറ്റിയും VSന്റെ സമര പോരാട്ടങ്ങളെ പറ്റിയുമൊക്കെ. പക്ഷേ അവരും അവരുടെ അച്ഛൻ്റെയും അമ്മയ്ക്കും ഒപ്പം അവരുടെ മുതിർന്ന ആളുകൾക്കൊപ്പമെല്ലാം തന്നെ VSനെ കാണാനായി, VSനെ അവസാനമായി ഒരു നോക്ക് കാണാനായിട്ട് ഇവിടെ എത്തി നിൽപ്പുണ്ട്. അനന്തപുരിയുടെ ഹൃദയാഭിവാദ്യങ്ങൾ അല്ലെങ്കിൽ അന്ത്യാഭിവാദ്യങ്ങളെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് കൊല്ലം ജില്ലയിലേക്ക് കടക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത് ഇത്രത്തോളം തൊഴിലാളികളായിട്ടുള്ള, ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ചെറിയ കുട്ടികൾ ഉൾപ്പെടെയുള്ള നിരവധി മനുഷ്യർ ഇവിടെ എത്തുന്നുണ്ട്. മോനെ, ആരെ കാണാമെന്നെയാ? VS അപ്പൂപ്പനെ കാണാൻ വന്നെയാണോ? VSനെ ആരാ VS അറിയോ? എപ്പോഴാട്ടാ വന്നേ? ഞങ്ങളിപ്പോൾ 1 മണിക്കൂറായത്. VSനെ അവസാനമായിട്ടൊന്ന് കാണാൻ വന്നതല്ലേ? അവസാനമായിട്ട് കാണാൻ വന്നു. അവസാനമായിട്ട് കേരളത്തിലെ ജനനായകൻ അവസാനമായി കാണാൻ വന്നതാണ്. മകനെയും കൂട്ടിക്കൊണ്ടുവന്നു. ഒരുപക്ഷെ മകനൊന്നും ഒരിക്കലും കണ്ടിട്ട് പോലും ചെറുമകൻ ഒരിക്കലും കണ്ടിട്ട് പോലും കണ്ടിട്ടില്ല, ഒരിക്കലും കണ്ടിട്ടില്ല. ചെറുമകൻ ഇന്ന് TV-യിൽ കാണുന്നതാ. നമ്മൾ പറഞ്ഞു കൊടുത്തുള്ള അറിവേ ഉള്ളല്ലേ VSനെ? പറഞ്ഞു കൊടുത്തുള്ള അറിവേ ഉള്ളൂ. അതാണ് ഏറ്റവും ചെറിയ കുട്ടികൾ, അവർക്കൊരിക്കലും VSനെ പോലും കണ്ടിട്ടുണ്ടായിരിക്കില്ല. ഇല്ല മരിക്കുന്നില്ല, ധീരസഖാവ് മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. അതാണ് അരുണ്യ, രുചീഷ്. കണ്ണേ കരളെ എന്ന് വിളിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ചുണ്ടുകളിലേക്ക് താനേ വരുന്നത് VS എന്നാണ്, ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ എന്നാണ്. ആ മുദ്രാവാക്യങ്ങൾ തന്നെയാണ് വളരെ ചെറിയ കുട്ടികളും ഏറ്റുവിളിക്കുന്നത്. അത്രത്തോളം വൈകാരികമായ ഒരു രംഗം തന്നെയാണ് ഇവിടെയുള്ളത്. ഈ മനുഷ്യർ ഒന്നാകെ ഇവിടേക്ക് ഒഴുകിയെത്തിയത്, നമ്മുടെ ദേശീയപാതയുടെ അരികിലേക്ക് ഒഴുകിയെത്തിയത് സഖാവ് VSനെ കാണാനാണ്. ചേച്ചി, VSനെ കാണാനായിട്ട് അവസാനമായിട്ട് കാണാമെന്ന്? അതെ. എങ്ങനെ VSനെ എങ്ങനെ എന്താ പറയണ്ടെന്ന് അറിയില്ല, സങ്കടമാണ്. എത്ര സമയം എടുത്താലും കാണാൻ കണ്ടിട്ടേ, എത്ര സമയം എടുത്താലും കണ്ടിട്ടേ പോകൂ. ഇന്ത്യ കണ്ട ചരിത്ര പുരുഷൻ, അതാണ് VS സഖാവ്.
ആണ് എല്ലാവർക്കും അതാണ് പറയാനുള്ളത്. അവരുടെ എല്ലാം ജീവിതത്തിലെ ഒരുപക്ഷെ അവരുടെ എല്ലാം ചെറുപ്പ കാലഘട്ടത്തിലെ ഏറ്റവും സ്വാധീനിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ്, ഏറ്റവും സ്വാധീനിക്കപ്പെട്ട, ഏറ്റവും സമരങ്ങൾ നയിച്ച, എല്ലാത്തരം സമരങ്ങളുടെയും ജനകീയ സമരങ്ങളുടെ പോലും മുന്നിൽ നിന്ന ഒരു സഖാവ്, അത്രത്തോളം പ്രായം ചെന്ന ആളുകൾ അല്ലെങ്കിൽ വാർദ്ധക്യം ചെന്ന ആളുകൾക്കെല്ലാം തന്നെ അവരുടെ ചെറുപ്പത്തിലെ അവരുടെ എല്ലാം വലിയ ആവേശമായിരുന്ന ഒരാളാണ് ഇപ്പോൾ വിട്ടു പിരിഞ്ഞിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നിന്നും നമ്മുടെ മണ്ണിൽ നിന്നും മറഞ്ഞു പോയിരിക്കുന്നത്. അത്രത്തോളം വൈകാരികമായി തന്നെയാണ് അവർ ആ കാര്യങ്ങളെല്ലാം കാണുന്നത്. VS-നെ കാണാനായി അവർ എത്തി നിൽക്കുന്നത്. അത്രത്തോളം ജനസഞ്ചയം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. വൈകിട്ട് 5 മണി മുതൽ തന്നെ വലിയ രീതിയിലുള്ള ജനത്തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. VS അച്യുതാനന്ദന്റെ മൃതദേഹവും വഹിച്ചുള്ള വിലാപയാത്ര തിരുവനന്തപുരത്ത് നിന്നും ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ വലിയ രീതിയിലുള്ള ജനത്തിരക്ക് കൊല്ലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തുന്നുണ്ട്. സമാനമായിരുന്നു പാരിപ്പള്ളിയിലും സാഹചര്യം. അത്രത്തോളം ആളുകൾ ജില്ലയിലുണ്ട്. സഖാവ് VS അച്യുതാനന്ദനെ അത്രത്തോളം വൈകാരികമായി അടുത്ത് എങ്ങനെയാണ് VS-നെ ഓർക്കുന്നത്? VS-നെ ഒരു നോക്ക് കാണാൻ വേണ്ടി കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളി മുതൽ ഓച്ചർ വരെ 10,000-കണക്കിന് വരുന്ന ജനങ്ങൾ ഈ പതിരാത്രിക്കും കാത്തു നിൽക്കുകയാണ്. എത്ര താമസിച്ചാലും ഒരു നോക്ക് കണ്ടിട്ടേ പോകൂ എന്ന വികാരത്തിലാണ് കശുവണ്ടി തൊഴിലാളികളും ബഹുജനങ്ങളും എല്ലാം തടിച്ചുകൂടി നിൽക്കുന്നത്. കൊല്ലം ജില്ല ഒരുപക്ഷെ ഒരുപാട് തൊഴിലാളി സമരങ്ങൾ കണ്ടൊരു ജില്ലയാണ്. സ്വാഭാവികമായും VS-നും വലിയ സ്വാധീനമുള്ള ജില്ലയാണ് കൊല്ലം ജില്ലയിലെ കശുവണ്ടി മേഖലയിലെ സമരങ്ങൾ, കർഷക തൊഴിലാളികളുടെ സമരങ്ങൾ, ഈ സമരരംഗത്തെല്ലാം വലിയ പങ്ക് നിർവഹിച്ച ആൾ തന്നെയാണ് സഖാവ് VS. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ആവേശത്തോടു കൂടി പങ്കെടുക്കുന്നുണ്ട്. അരുണി, അതാണ് ഈ സാധാരണക്കാരായ മനുഷ്യർ, ഈ തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, കശുവണ്ടി തൊഴിലാളികൾ, അവർ ചവിട്ടി നിൽക്കുന്ന മണ്ണ്, അവർ ചവിട്ടി നിൽക്കുന്ന ഭൂമിയെല്ലാം തന്നെ VS അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ള നിരവധി രാഷ്ട്രീയ നേതാക്കളുടെ, നിരവധി ആളുകളുടെ സമര പോരാട്ടങ്ങളുടെ ഭാഗമായി ഉണ്ടായതാണ്. അവർ നിവർന്നു നിൽക്കുന്നത് പോലും അത്രയും സമരങ്ങൾ കണ്ടുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ വൈകിട്ട് മുതൽ തന്നെ വലിയ ആവേശത്തോടെ, അല്ലെങ്കിൽ ഒരിക്കൽ കൂടി സഖാവ് VS അച്യുതാനന്ദനെ അവസാനമായി കാണാൻ വേണ്ടിയിട്ട് ഈ ചെറിയ കുട്ടികൾ മുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ, വലിയ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകൾ പോലും ഈ തെരുവീതികളിലെല്ലാം തന്നെ ഇത്തരത്തിൽ നിറഞ്ഞുകൂടി മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഒരു ഘട്ടത്തിൽ അവർ VS-ന്റെ കൺമുന്നിൽ നിന്നുകൊണ്ട് കണ്ണേ കരളെ VS എന്ന് വിളിച്ചെങ്കിൽ ഇപ്പോൾ VS-ന്റെ ഭൗതിക ശരീരത്തിന് മുന്നിൽ നിന്നുകൊണ്ട് ആ മുദ്രാവാക്യം ഒരിക്കൽ കൂടി അവസാനമായി വിളിക്കുകയാണ് ആ മനുഷ്യർ. അത്രത്തോളം തിരക്കാണ് നിലവിൽ ഈ കൊല്ലം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ളത്. അതുകൊണ്ട് തന്നെ VS-ന്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഈ ഭാഗത്തേക്ക് എത്തുമ്പോൾ ഇനിയും ഒരുപാട് ആളുകൾ ഈ ഭാഗത്തേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തുന്നത് തന്നെ VS ഈ ജനങ്ങൾക്കിടയിൽ, സാധാരണക്കാരായ മനുഷ്യർക്കിടയിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നതിൻ്റെ തന്നെ തെളിവാണ്. എത്രത്തോളം ആവേശകരമായ അല്ലെങ്കിൽ എത്രത്തോളം അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ ഏറ്റവും ഒടുവിലായി VS-നെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള ജനസഞ്ചയം തന്നെയാണ് നിലവിൽ കൊല്ലം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ളത്. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥരും റെഡ് വോളണ്ടിയറും അടക്കം നിരവധി ആളുകൾ ഇവിടെ ഈ ജനസഞ്ചയത്തെ നിയന്ത്രിക്കാനായി എത്തിയിട്ടുണ്ടെങ്കിലും ഒരു കാലഘട്ടത്തിൽ അവരെല്ലാവരും തന്നെ ഒരുമിച്ച് നിന്ന്, അവർ കൂടി നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ, തിരികെ ഒന്നും പ്രതീക്ഷിക്കാതെ VS-നെ കാണാനായിട്ട് ഈ ലോകത്തിലുള്ള എല്ലാ മലയാളികളും ഏറ്റുവിളിക്കുന്ന മുദ്രാവാക്യം കണ്ണേ കരളെ VS എന്നുള്ളത് അനർത്ഥമാക്കുകയാണ്. കേരളത്തിലെ CPM-ന്റെ ജനനം മുതൽ ഇന്ന് വരെയുള്ള കാലഘട്ടങ്ങളിൽ സഖാവിന്റെ ജീവിതം തന്നെയാണ് ഈ പാർട്ടിയിലുള്ള ഓരോ അംഗത്തിനും ഊർജം, നാളെയും പ്രവർത്തിക്കാനുള്ള കരുത്തെന്ന് പറയുന്നത് സഖാവ് VS-നെ പോലെയുള്ളവർ നമുക്ക് കാട്ടിത്തന്നതാണ്. ആ ഊർജത്തിലൂടെ അതുമായി മുന്നോട്ട് പോകുന്നതാണ് ഓരോ കമ്മ്യൂണിസ്റ്റുകാരനെയും അനുഭവം എന്നുള്ളതാണ് നമ്മൾ പറയാനുള്ളത്. അരുണി, അങ്ങനെയാണ് ഒരു കാലഘട്ടത്തിൽ, ഒരു സമയത്ത് ഒന്നും പ്രതീക്ഷിക്കാതെ, തിരികെ ഒന്നും പ്രതീക്ഷിക്കാതെ കൂടെ നിന്ന വലിയൊരു വിഭാഗം മനുഷ്യരാണ് VS അച്യുതാനന്ദനെ ഏറ്റവും ഒടുവിലായി അവസാനമായി കാണാനായി ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. VS ഒരു കാലഘട്ടത്തിൽ കൊണ്ട വെയിലെല്ലാമായിരിക്കാം ഈ മനുഷ്യർ ഇപ്പോൾ കൊള്ളുന്ന തണലെന്ന്, അല്ലെങ്കിൽ ആ തണലാണ് ഇപ്പോൾ ഏറ്റവും നിശ്ചലനായി, ഏറ്റവും ഒടുവിൽ അവർക്ക് മുന്നിലൂടെ ഈ തെരുവീതികളിലൂടെ കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഒടുവിലായി അവർക്ക് ഒരു വട്ടം കൂടി കണ്ണേ കരളെ VS എന്ന മുദ്രാവാക്യം വിളിക്കാനായി
ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവെ എന്ന് ഏറ്റുവിളിക്കാനായി അവർ ഈ തെരുവോരങ്ങളിൽ VS-നെയും വഹിച്ചുകൊണ്ടുള്ള ഭൗതിക ശരീരം വിലാപയാത്രയിൽ വരുന്നത് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അത്രത്തോളം ജനസഞ്ചയമാണ് VS-നെ കാണാനായി ഏറ്റവും ഒടുവിലായി ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇത്തരത്തിൽ തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെയാണ് VS-നെ വഹിച്ചുകൊണ്ട് വിലാപയാത്രയെങ്കിൽ പോലും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ VS-നെ ഏറ്റവും ഒടുവിൽ അവസാനമായി ഒന്നുകൂടി കാണാനായി ഈ ഭാഗത്തേക്കെല്ലാം തന്നെ ഇവിടെയെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ജനത്തിരക്ക് VS-നെ കാണാനായി, VS-നെ അന്ത്യാഭിവാദ്യം അർപ്പിക്കാനായി, ഒരിക്കൽ കൂടി ആ മുദ്രാവാക്യം ഏറ്റുവിളിക്കാനായി ഇവിടെയുണ്ട്. ഒരു പക്ഷേ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ആളുകൾ, CPIM പ്രവർത്തകർ മാത്രമല്ല, വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ആളുകൾ, ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പെടാത്ത ആളുകൾ, അങ്ങനെ വിവിധ കോണുകളിലുള്ള ആളുകൾ തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. വിവിധ തൊഴിലെടുക്കുന്നവർ, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, അങ്ങനെ എല്ലാത്തരം മനുഷ്യരും VS-നെ കാണാനായി, VS-ന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാനായി ഈ കൊല്ലം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഏറെ ചരിത്രമുള്ള ജില്ല, അത്രത്തോളം സമര പോരാട്ടങ്ങൾ കണ്ടൊരു ജില്ല, തൊഴിലാളി സമരങ്ങൾ നയിച്ചൊരു ജില്ല. ആ ജില്ലയിൽ സ്വാഭാവികമായും VS-നൊപ്പം നിൽക്കുന്ന, VS-നൊപ്പം നിൽക്കുന്ന ആളുകൾ നിരവധിയാണ്. അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് സ്വാഭാവികമായും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകും. സ്വാഭാവികമായും മുൻപ് SFIയുടെ അടക്കം രാഷ്ട്രീയ സമരങ്ങളിൽ VS-ന്റെ ഒരു പ്രാതിനിധ്യം വളരെ പങ്കായിരുന്നു. അതുപോലെ തന്നെ തൊഴിലാളി സമരങ്ങളിൽ എങ്ങനെയാണ് VS-നെ ഓർക്കുന്നത്? VS കൊല്ലം ജില്ലയിലെ എല്ലാ സമരങ്ങളിലും പ്രവർത്തനങ്ങളിലും വളരെ ദീർഘകാലമായി സജീവമായ പങ്ക് വഹിച്ചിട്ടുള്ള സമുന്നതനായ നേതാവാണ്. ഒരു ഘട്ടത്തിലും അദ്ദേഹത്തെ വിസ്മരിക്കാൻ കഴിയാത്ത പ്രദേശമാണ് കൊല്ലം. എങ്ങനെയാണ് VS-ന്റെ ഒരു ഓർമ്മ എങ്ങനെയാണ്? ആ വീര്യമുള്ളതിന്റെ പേരിലാണ് ഇവിടെ നമ്മൾ നിന്ന് ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇത്രയും നിന്ന് ഇവരെന്ന് ചെയ്യുന്നത്. കൊല്ലം ജില്ല എന്ന് പറയുമ്പോൾ ഒരുപാട് തൊഴിലാളി സമരങ്ങൾ കണ്ടൊരു ജില്ലയാണ്. സ്വാഭാവികമായും VS-ന് വലിയ സ്വാധീനം ഉണ്ടാകും. VS കേരളത്തിൻ്റെയും ആലപ്പുഴ കൊല്ലം ജില്ലയുടെയും സമര പോരാട്ടങ്ങൾക്ക് ഉജ്ജ്വലമായ നേതൃത്വം നൽകിയിട്ടുള്ള നേതാവാണ്. എത്ര പാതിരാത്രിയായാലും നേരം വെളുത്താലും ലക്ഷക്കണക്കിന് ആളുകൾ 50 കിലോമീറ്റർ ദൂരം വരുന്ന ദേശീയപാതയിൽ VS-ന് അന്തിമ ഉപചാരം അർപ്പിക്കാൻ വേണ്ടി ആബാലവൃത്തം ജനങ്ങൾ ഒത്തുചേർന്നിരിക്കുകയാണ്. തൊഴിലാളി വർഗത്തിൻ്റെ ഉജ്ജ്വലനായ നേതാവിനെ ഹൃദയത്തിലേറ്റി ബഹുമാനിക്കുന്ന നിലയിലത്തേക്കാണ് ജില്ലയിലെ തൊഴിലാളി വർഗവും ബഹുജനങ്ങളും മുന്നോട്ട് വന്നിട്ടുള്ളത്.